സംസ്ഥാന പോലീസിന്റെ തലപ്പത്ത് പുതിയ UDF സർക്കാർ നടപ്പിലാക്കിയ IPS ഉദ്യോഗസ്ഥരുടെ അഴിച്ചുപണിയെ ചൊല്ലി ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്കിടയിൽ നിന്നും ഉയരുന്ന പരാതികൾക്ക് പിന്നിൽ കൃത്യമായ ഇരട്ടത്താപ്പും രാഷ്ട്രീയ മുൻവിധികളുമെന്ന് ആക്ഷേപം ശക്തമാകുന്നു. മുൻ ഇടത് സർക്കാരിന്റെ കാലത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ തങ്ങളുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കനുസരിച്ച് ഇഷ്ടം പോലെ മാറ്റിയപ്പോഴൊന്നും ഇല്ലാത്ത പ്രതികരണങ്ങളും പരാതികളുമാണ് ഇപ്പോൾ ഒരു വിഭാഗം ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവരുന്നത്. കേരള പോലീസിലെ ഏറ്റവും പ്രഗത്ഭനായ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഒരാളായ ഷൗക്കത്ത് അലിയെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറാക്കിയ നടപടിയെ പോലും വിവാദമാക്കാൻ ശ്രമിക്കുന്നത് ഇതിന് തെളിവാണ്. പിണറായി വിജയന്റെ ഭരണകാലത്ത് സീനിയോറിറ്റി മാനദണ്ഡങ്ങൾ പരസ്യമായി തള്ളിക്കൊണ്ട് നിരവധി നിയമനങ്ങൾ നടന്നപ്പോൾ മൗനം പാലിച്ചവരാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പരിഷ്കാരങ്ങൾക്കെതിരെ വിചിത്ര ന്യായങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ നഗരങ്ങളിലൊന്നായ കോഴിക്കോടിന്റെ ക്രമസമാധാന ചുമതല വഹിക്കാൻ എല്ലാവിധ യോഗ്യതയുമുള്ള ഉദ്യോഗസ്ഥനാണ് ഷൗക്കത്ത് അലി. TP ചന്ദ്രശേഖരൻ വധക്കേസ് ഉൾപ്പെടെ കേരളത്തെ നടുക്കിയ പ്രമുഖ കൊലപാതക കേസുകളും സ്വർണ്ണക്കടത്ത് കേസുകളും അതിവിദഗ്ധമായി അന്വേഷിച്ച് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന മികച്ച ട്രാക്ക് റെക്കോർഡാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തെക്കാൾ ജൂനിയറായ ഉദ്യോഗസ്ഥർ പലരും മുൻപ് പ്രധാന ജില്ലകളിൽ കമ്മീഷണർമാരായി ഇരുന്നിട്ടുണ്ട്. എന്നിട്ടും ഷൗക്കത്ത് അലിയുടെ നിയമനത്തിൽ മാത്രം സീനിയോറിറ്റിയുടെ പേര് പറഞ്ഞ് ഒരു വിഭാഗം IPSകാർ അമർഷം പുകയ്ക്കുന്നത് ദുരൂഹമാണ്. ഇടത് ഭരണകാലത്ത് DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ പോലും തരം താഴ്ത്തുകയും തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങാത്തവരെ അപ്രധാന പദവികളിലേക്ക് ഒതുക്കുകയും ചെയ്ത ചരിത്രമുണ്ട്. അക്കാലത്ത് മദ്യവിപണന കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ തലപ്പത്തും ക്രമസമാധാന പരിപാലനത്തിലും യോഗേഷ് ഗുപ്തയെ പോലുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ മാറ്റിമറിച്ച നിയമനങ്ങൾ ഉണ്ടായപ്പോൾ ആരും ഒരു പരാതിയും പറഞ്ഞിരുന്നില്ല. അന്നത്തെ രാഷ്ട്രീയ സ്ഥലം മാറ്റങ്ങളെയെല്ലാം ഭരണപരമായ അനിവാര്യതയായി കണ്ട് മൗനം പാലിച്ചവരാണ് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സ്വാഭാവികമായി നടത്തുന്ന അഴിച്ചുപണികളെ വലിയ വിവാദമാക്കാൻ ശ്രമിക്കുന്നത്. ചെന്നിത്തലയുടെ പരിഷ്കാരം IPSകാർക്ക് അനിഷ്ടമാകുമ്പോഴും ഇതിന് പിന്നിൽ കൃത്യമായ ഭരണപരമായ സുതാര്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. മുൻ സർക്കാരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ചില ADGPമാരെയും IG മാരെയും സുപ്രധാന കസേരകളിൽ നിന്നും മാറ്റിയതാണ് ഇപ്പോഴത്തെ പുകിലിന് കാരണം. ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ആസ്ഥാനത്തെ ചില ശുപാർശകൾ മറികടന്നാണ് പുതിയ പട്ടിക തയ്യാറാക്കിയതെന്നാണ് പരാതിക്കാരുടെ വാദം. മികച്ച ഉദ്യോഗസ്ഥരെ തഴഞ്ഞു ട്രാക്ക് റെക്കോർഡ് ഇല്ലാത്തവർ ജില്ലാ പോലീസ് മേധാവിമാരായി എത്തിയെന്നും വടക്കൻ മേഖലയിൽ IG നിയമനം വൈകുന്നു എന്നുമൊക്കെയുള്ള ആക്ഷേപങ്ങൾ പുതിയ അഴിച്ചുപണിയുടെ തിളക്കം കെടുത്താൻ വേണ്ടി ബോധപൂർവം ചമച്ചതാണെന്ന് ഭരണാനുകൂല കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു.